ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോഹാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മുട്ട വെച്ച് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാണാൻ കുറച്ച് വെറൈറ്റി ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കോഴിമുട്ട ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 പുഴുങ്ങിയ മുട്ടയാണ്. ഇനി ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കോഴിമുട്ട ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിതുപോലെ ഒരു ഗ്രേറ്ററിൽ ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 3 മുട്ടയും ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ 3 മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാന് ചൂടാകുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, ക്രഷ്ഡ് ചില്ലി. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലോട്ട് ഒരു മീഡിയം സവാള ചെറുതായി കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർക്കുമ്പോൾ ചെറുതായി ഇതുപോലെ കൊത്തു നുറുക്കിയത് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക, കാരണം നമ്മളിത് ഫില്ലിംഗ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി സവാളയൊക്കെ ഒന്ന് വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. അടുത്തതായി നമ്മൾ ഈ ഫില്ലിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കൊത്തി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെറിയൊരു പീസ് ക്യാപ്സിക്കമേ ചേർത്തിട്ടുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാം. ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അടുത്തതായി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കോഴിമുട്ട നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി യോജിക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ചേർത്ത് കൊടുക്കാം. അതിനായി ഇതുപോലെ കോഴിമുട്ടയുടെ ഫില്ലിംഗ് എല്ലാം നമ്മൾ സൈഡിലേക്ക് മാറ്റി കൊടുത്ത് നമുക്കിതിലേക്ക് നടുവിലേക്കൊരു ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിലിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും. നമ്മൾ മസാല ഇതുപോലെ ചേർക്കുന്നത് കൊണ്ട് ഈ മസാലയിൽ നിന്ന് വരുന്ന കുത്തലൊക്കെ ഒഴിവായി കിട്ടും. ഇനി നിങ്ങൾക്ക് ഈ കോഴിമുട്ട ഇടുന്നതിൻ്റെ മുന്നേ തന്നെ മസാല ചേർത്ത് ഇതുപോലെ വഴറ്റിയെടുത്താലും കുഴപ്പമില്ല. എനിക്ക് ആ ഒരു സ്റ്റെപ്പ് വിട്ടുപോയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പൊടികളെല്ലാം ഈ ഫില്ലിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നത് വരെ ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് റോളിലേക്ക് വേണ്ട ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഫില്ലിങ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായി നമുക്ക് എഗ് റോൾ തയ്യാറാക്കിയെടുക്കാനുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനായി ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി ഞാനിതുപോലെ വേറൊരു ബൗളിലേക്ക് ഒരു 1/2 കപ്പോളം, 1/2 കപ്പിൽ കുറവ് ചെറു ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഡ്രൈ ഈസ്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റ് പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ആയി കിട്ടും ഈസ്റ്റൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ. അടുത്തതായി ഇതിലോട്ട് ഒരു 1/4 കപ്പിൻ്റെ പകുതി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇതോടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ ഉപ്പിൻ്റെ മിക്സ്ചറിലേക്ക് നമുക്ക് ഈ പാലിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. നമുക്കിത് മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ അതേ അളവിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ 2 കപ്പ് മൈദയിലേക്ക് കുഴച്ചെടുക്കാൻ ഇത് ഇത്ര തന്നെ മതിയാകും. അപ്പോൾ ഈ മാവ് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കാം.
അപ്പോൾ മാവൊക്കെ ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവൊക്കെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് 1/2 മുതൽ 1 മണിക്കൂർ വരെ ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കാം. നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ മാവൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും, ഇല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും. എനിക്ക് ഒരു 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ നന്നായി പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എയറൊക്കെ പോക്കി കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം. കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദാമാവ് തൂവി കൊടുക്കാം. നമുക്ക് മാവ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി മാവ് നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതുപോലൊരു റോളർ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായി പരത്തിയെടുക്കാം. 1/4 ഇഞ്ച് കനത്തിൽ നല്ല വീതിയിലും വലുപ്പത്തിലും നമുക്ക് ഇതൊന്ന് പരത്തിയെടുത്തിട്ട് വരാം. ഈ ഒരു വലുപ്പത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി ഇതുപോലൊരു കത്തി ഉപയോഗിച്ച് ഇത് നമുക്ക് 3ആയിട്ട് മുറിച്ചെടുക്കാം. മാവ് ഒരു 3 പാർട്ടായിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. നമുക്ക് റോള് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നത്. സൈഡ്സൊക്കെ നമുക്കിതുപോലെ മുറിച്ച് മാറ്റാം, കാരണം നമുക്കിതൊരു സ്ക്വയർ ഷേപ്പിലാണ് കിട്ടേണ്ടത്. ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. നമ്മളിതൊരു പോക്കറ്റ് പോലെയാണ് മടക്കിയെടുക്കുന്നത്. മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കി വരുന്ന ഈ 3 സൈഡും നമുക്കിതുപോലെ നന്നായി ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ നടുഭാഗം ഇതുപോലെ മുറിച്ച് കൊടുക്കാം. നമുക്ക് ഷീറ്റ് മുഴുവനായിട്ട് വേണ്ട, ഇതൊന്ന് നമുക്ക് തിരിച്ച് വയ്ക്കാം. ഇനി നമുക്ക് കത്തി വെച്ച് ഇതുപോലെ ബാക്കി വന്ന ഭാഗം ഇങ്ങനെ നേരെ വരഞ്ഞു കൊടുക്കാം. നന്നായിട്ട് മുറിയുന്ന വിധത്തിൽ തന്നെ നമ്മൾ ഇത് വരഞ്ഞു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. മാവ് ഇതുപോലെ നേരെ വരഞ്ഞ് നമ്മൾ മുറിച്ചെടുക്കുകയാണ്, എന്നാലേ നമുക്ക് ആ ഷേപ്പിൽ കിട്ടുകയുള്ളൂ. കണ്ടില്ലേ, ഇതുപോലെ വിട്ട് വിട്ട് വേണം നമുക്ക് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലായി കിട്ടാൻ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി വരുന്നത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെടുത്ത എഗ് റോള് ഞാൻ ഇതുപോലെ മൈദാമാവ് തൂവി ഒരു പ്ലേറ്റിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള എഗ് റോള് നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കാനായി ഞാനിവിടെ ചൂടായ ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് റോള് വറുത്തെടുക്കാം. ഞാനിവിടെ 3 എഗ് റോളാണ് ഒരുമിച്ച് വറുത്തെടുക്കുന്നത്. 3-ൽ കൂടുതൽ ഇടരുത്, കാരണം നമ്മൾ എഗ് റോള് എണ്ണയിലേക്ക് ഇടുമ്പോൾ അതൊന്നുകൂടെ വലുതായി വരും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം എഗ് റോള് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ പുറകുവശം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉൾവശം നന്നായി വെന്ത് കിട്ടത്തുമില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. അപ്പോൾ എഗ് റോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ നമ്മളെ വെറൈറ്റി എഗ് റോള് റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയുള്ളൊരു ഡിഷാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഡിഷാണ്. നമുക്ക് ആ മാവ് പൊങ്ങാനുള്ള സമയം മാത്രമേ അധികമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ഡിഷസ് നിങ്ങൾക്ക് പരീക്ഷിക്കാനും കഴിക്കാനും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്, ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി എഗ് റോളാണ്. ഉള്ളിലൊക്കെ നല്ല ബന്ന് പോലെ നല്ല സോഫ്റ്റായിട്ട് സ്പഞ്ചി ആയിട്ടുണ്ടാവും. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാനിവിടെ ബട്ടർ ബ്രഷ് ചെയ്തത്. എന്നതുപോലെ തന്നെ കഴിക്കാനും വളരെ സ്വാദുള്ള ഒരു എഗ് റോളാണ്. അപ്പോൾ 4 മണിക്ക് ചായക്കൊക്കെ ഇതൊന്ന് തന്നെ മാത്രം മതിയാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.